പ്രഗ്നൻസിയിൽ ശരീരം മുഴുവൻ ചൊറിച്ചിലാണ് ഡോക്ടർ. ഇതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് പ്രഗ്നൻസി യൂട്രസ് വലുതാണെന്ന് വെച്ചാൽ സ്ട്രെച്ചിങ് വരും, പിന്നെ ഡ്രൈനസ് വരും, പിന്നെ ഹോർമോണൽ എഫക്ട് ഈസ്ട്രജൻ പ്രൊജസ്ട്രോണിന്റെ ഹോർമോണൽ എഫക്ട് കൊണ്ട് വരും. പിന്നെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് കുറെ കണ്ടീഷൻസ് ഉണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ലിവർ എൻസൈംസിന്റെ കോളിസ്റ്റേസിസ് ഓഫ് പ്രഗ്നൻസി എന്ന് പറയും. അത് ആദ്യത്തെ ലാസ്റ്റ് തേർഡ് ട്രൈമസ്റ്ററിലാണ് വരുന്നത്. ഈ കയ്യേലും കാലിന്റെ സോളിലുമാണ് ചൊറിച്ചിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ലിവർ എൻസൈംസ് ചെക്ക് ചെയ്യുമ്പോൾ ലിവർ എൻസൈംസ് കൂടുതലായിരിക്കും, ബൈലാസർ കൂടുതലായിരിക്കും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കുഞ്ഞിന്റെ അനക്കം കുറഞ്ഞു, ബൈലാസർ കൂടുന്നതുകൊണ്ട് കുഞ്ഞിന്റെ അനക്കം കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ ഉടനെ തന്നെ ഡോക്ടറെ കാണണം. വേറൊരു കണ്ടീഷനാണ് സ്കിൻ റിലേറ്റഡ്, ഡെർമറ്റോളജി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ. അത് പാപ്യൂൾസ് ഉണ്ടാകും, പ്ലേക്സ് ഉണ്ടാകും, എക്സിമ പോലെയുള്ള ലീഷൻസ് ഉണ്ടാകും, ചൊറിച്ചിലുണ്ടാകും. അങ്ങനെ ഉണ്ടാകും. നമ്മൾ അതിന് ആ ഡോക്ടറെ കണ്ട് അല്ലെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്. പിന്നെ അലർജിക് ആയിട്ട് അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞ പ്രഗ്നൻസി വരാനൊരു കണ്ടീഷൻ ഉണ്ട്. ഹോർമോണൽ എഫക്ട് കൊണ്ടും വരാം, അല്ലാതെ തന്നെ സ്കിന്നിന്റെ ചേഞ്ചസ് കൊണ്ടും വരാം. ഈവൻ ഹെയർ ഫീവറിനോ അല്ലെങ്കിൽ ബോങ്കിൽ ആസ്മ ഇങ്ങനത്തെ ആസ്മാറ്റിക് അലർജി പോലെ പ്രഗ്നൻസിയിൽ വരാം. ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ സ്കിന്നിലെ ലീഷൻസ് ചൊറിച്ചിൽ വരാം. അപ്പോൾ നമ്മൾ ഇതിന് എന്താണ് ചെയ്യേണ്ടത്? ഇപ്പം ഡ്രൈ സ്കിൻ ആണെങ്കിൽ മോയ്സ്ചറൈസിങ് ക്രീം പറ്റുക, ചെറിയ തണുപ്പുള്ള വെള്ളത്തിൽ കുളിക്കുക, അതുപോലെ ലൂസ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുക, ഓയിൽമെന്റ് പറ്റുക, ഡെർമറ്റോളജിയെ കാണുക. എന്താണ് കാരണമെന്ന് കണ്ടുപിടിച്ച് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് പ്രഗ്നൻസിയിൽ അത്യന്താപേക്ഷിതമാണ്.